الحمد لله رب العالمين صلى الله وسلم على نبينا محمد وآله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലയുടെ നവാഖിദുൽ ഇസ്ലാം എന്ന റിസാലയുടെ ഷറഹാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഷെയ്ഖ് സുലൈമാൻ അർ റുഹൈലി ഹഫിദഹുല്ല ഈ റിസാലയ്ക്ക് നൽകിയ ഷറഹ് അതാണ് നമ്മൾ വായിച്ചത്. ഇതിനകത്ത് 6 നവാഖിലുകളെ സംബന്ധിച്ച്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന 6 കാര്യങ്ങളെ സംബന്ധിച്ച് കഴിഞ്ഞ ദർസുകളിൽ നമ്മൾ സംസാരിച്ചു. ഇനി അതിൽ 1 ഇബാദത്ത് അള്ളാഹു അല്ലാത്തവർക്ക് അർപ്പിക്കുക, അതാണ്. 2 അള്ളാഹുവിൻ്റെയും സൃഷ്ടികളുടെയും ഇടയിൽ ഇടയാളന്മാരെ വെച്ച ഇടയാളന്മാരോട് ദുആ ചെയ്യുക, അവരുടെ മേൽ കാര്യങ്ങൾ ഫലമേൽപ്പിക്കുക. 3-മത്തേത് കാഫിറുകൾ മുശ്രിക്കീങ്ങൾ അവരെ കാഫിറാക്കാതിരിക്കുക, അവരുടെ കുഫറിൽ സംശയിക്കുക, അല്ലെങ്കിൽ അവരുടെ മാർഗവും ശരിയാണെന്ന് വിശ്വസിക്കുക. 4-മത്തേത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നിരിക്കുന്ന നബിയുടെ ഹദിയിനേക്കാൾ മികച്ച മറ്റൊരു ഹദിയുണ്ട്, നബിയുടെ വിധിയേക്കാൾ നല്ല മറ്റൊരു വിധിയുണ്ട് എന്ന് വിശ്വസിക്കുക. 5-മത്തേത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നിരിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യത്തോട് ബുഗ്ദ് വയ്ക്കുക, ദേഷ്യം വയ്ക്കുക, ഇത് കുഫർ സംഭവിക്കുന്ന കാര്യമാണ്. 6-മത് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നിരിക്കുന്ന ദീനിൽപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യം അതിനെ സംബന്ധിച്ച് ഇസ്തിഹ്സാ ചെയ്യുക, പരിഹസിക്കുക. ഇതെല്ലാം ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇനി മുസന്നിഫ് റഹിമഹുല്ല പറയുകയാണ്, മുസന്നിഫ് ഹഫിളഹുല്ല പറയുന്നു, നവാസിലു ഷറഹ ഹാദിഹി റിസാലത്തിൽ അദീമത്തിൻ നഫ്ഇ, വളരെ പ്രയോജനകരമായ ഈ റിസാലയുടെ ഷർഹ് വിശദീകരണം വായിക്കുന്നതിൽ നാം തുടരുകയാണ്. അൽ അദീമത്തിൽ അഥർ, വലിയ പ്രതിഫലനം ഉള്ളതായ, വലിയ സ്വാധീനമുണ്ടാക്കുന്നതായ ഒരു കൃതിയാണിത്. കൃതിയുടെ പേര് റിസാലത്തു നവാഖിദുൽ ഇസ്ലാം എന്നുള്ളതാണ്. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന, ഇസ്ലാം മുറിഞ്ഞു പോകുന്ന കാര്യങ്ങളെ സംബന്ധിച്ചാണ് ഇതിൽ സംസാരിക്കുന്നത്. ഇത് രചിച്ചത് ഷെയ്ഖുൽ ഇസ്ലാം അൽ മുജദ്ദിദ് മുഹമ്മദ് ഇബ്ൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല രചിച്ചതാണ്. റഹ്മത്തൻ വാസിഅ വസായിരി ഉലമാഇൽ മുസ്ലിമീൻ വഖദ് വഖഫ്ന ഇൻദ നാഖിൽ സാബിഅ. അപ്പോൾ അദ്ദേഹത്തിനും മറ്റു മുസ്ലിം ഉലമാക്കൾക്കെല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല കാരുണ്യമേകട്ടെ. നമ്മൾ 6-മത്തെ നാഖിൽ കഴിഞ്ഞ് 7-മത്തെ നാഖിലാണ്. അസ്സാബിഅ, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 10 കാര്യങ്ങളിൽ 7-മത്തെ കാര്യം അസ്സിഹ്റു, സിഹർ ചെയ്യുക എന്നുള്ളതാണ്, മാരണം ചെയ്യുക എന്നുള്ളതാണ്. എന്നിട്ട് മുസന്നിഫ് പറയുകയാണ്, വമിൻഹു അസ്സർഫു വൽ അതുഫ്, സിഹർ പല വിധമുണ്ട്, ധാരാളക്കണക്കിന് മാരണമുണ്ട്, പല പല ഇനങ്ങളുണ്ട്. അതിലേറ്റവും അപകടകരമായതും അതേപ്രകാരം വ്യാപകമായതുമായ 2 ഇനമാണ് ഇവിടെ മുസന്നിഫ് വിശദീകരിക്കുന്നത്. സിഹറിലെ ഏറ്റവും ഗൗരവമുള്ള 2 ഇനം അസ്സർഫു വൽ അതുഫ്. ഒന്ന്, ആളുകളെ തമ്മിൽ ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന സിഹറുണ്ട്, അതിനാണ് സർഫ് എന്ന് പറയുന്നത്. മറ്റൊന്ന് വൽ അതുഫ്, ആളുകളെ കൂട്ടിച്ചേർക്കാൻ, ഇണക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഇതുണ്ട്, സിഹറുണ്ട്. ഇത് രണ്ടുമാണ്. ഫമൻ ഫഅലഹു ഔ റദിയ ബിഹി, ആരെങ്കിലും ഇങ്ങനെ ഈ സിഹർ പ്രവർത്തിച്ചു, സിഹർ ചെയ്തു ആരെങ്കിലും, അല്ലെങ്കിൽ ഔ റദിയ ബിഹി, അല്ലെങ്കിൽ അതിന് തൃപ്തിപ്പെട്ടു, ആർക്കെങ്കിലും വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ഒരു സാഹിർ സിഹർ ചെയ്യുമ്പോൾ അവൻ അതിന് സമ്മതിച്ചു, അതിന് തൃപ്തിപ്പെട്ടു, അല്ലെങ്കിൽ അവൻ ഒരാളോട് ആവശ്യപ്പെട്ടു, എനിക്ക് ഇന്ന കാര്യത്തിന് വേണ്ടി എന്ത് ചെയ്യണം, സിഹർ ചെയ്തു തരണം, അല്ലെങ്കിൽ ഇന്ന പ്രതിവിധിക്ക് വേണ്ടിയിട്ട് ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്ന് ആവശ്യപ്പെടുകയും തൃപ്തിപ്പെടുകയും, ഇങ്ങനെ ചെയ്താൽ കഫർ, അവൻ കാഫിറായി പോകും. എന്താണ് സിഹർ ചെയ്താൽ കാഫിറാകുമെന്ന് പറയാൻ കാരണം? വദ്ദലീലു ഖൗലുഹു തആല, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹുവിൻ്റെ വാക്യമാണ് ഇതിനുള്ള തെളിവ്. വമാ യുഅല്ലിമാനി മിൻ അഹദിൻ ഹത്താ യഖൂലാ ഇന്നമാ നഹ്നു ഫിത്ന ഫലാ തക്ഫുർ. ബാബിൽ എന്ന പ്രദേശത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല 2 മലായിക്കത്തിനെ അയച്ചു. ബനു ഇസ്രായേലിയർക്ക് ഒരു ഫിത്ന എന്നോണം,
ഒരു പരീക്ഷണം എന്നോണമാണ് ആ മലായിക്കത്തിനെ നിയോഗിച്ചത്. അവർക്ക് എന്ത് ചെയ്തു? ഈ മലക്കുകൾ സിഹ്റ് പഠിപ്പിച്ചിട്ടില്ല, അവരിൽ ആരെയും പഠിപ്പിച്ചിട്ടില്ല. ഹത്താ യഖൂല, ഈ രണ്ട് മലക്കുകളും അവരോട് പറഞ്ഞിട്ടല്ലാതെ ഇന്നമാ നഹ്നു ഫിത്ന, ഞങ്ങൾ നിങ്ങൾക്ക് എന്താണ്? ഫിത്നയാണ്, പരീക്ഷണമാണ്. അതുകൊണ്ട് ഫലാ തക്ഫുർ, നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? കുഫർ ചെയ്യരുത്. അതായത് ഇത് പഠിച്ചാൽ അത് പഠിക്കുന്നത് മുഖേന കുഫർ സംഭവിക്കും. ഇത് നിങ്ങൾക്ക് ഒരു ഫിത്ന എന്നോണം അള്ളാഹു നിയോഗിച്ചിരിക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ടല്ലാതെ അവർ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. ഇതാണ്. അപ്പോൾ ഇത് വളരെ അപകടം പിടിച്ചിരിക്കുന്ന ഒരു മേഖലയാണ്. ഇത് വളരെ വ്യാപകമായി പലപ്പോഴും മുസ്ലിം സമൂഹത്തെ കാണാൻ സാധിക്കും. പല പല കാര്യങ്ങൾക്ക് വേണ്ടി ആളുകൾ എന്ത് ചെയ്യുന്നു? സാഹിരീങ്ങളെ സമീപിക്കുന്നത് കാണാം. നമ്മൾ സൂറത്തുൽ ഫലഖിൽ പറയണ്ടല്ലോ, വമിൻ ശർരി നഫ്ഫാസാതി ഫിൽ ഉഖദ്, ഉഖദുകളിൽ, കെട്ടുകളിൽ മന്ത്രിച്ചൂതുന്ന സ്ത്രീകളുടെ ഷർറിൽ നിന്ന് അള്ളാഹുവേ നിന്നോട് രക്ഷ ചോദിക്കുന്നു എന്ന് പറയണ്ടല്ലോ. നഫ്ഫാസാത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ്. സിഹ്ർ ചെയ്യുന്ന ആൾക്കാരാണ്. സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്. സ്ത്രീകൾ കുറച്ചധികം ഇതിൻ്റെ പിന്നിലുണ്ട് എന്നതുകൊണ്ടാണ് ഖുർആൻ അവിടെ നഫ്ഫാസാത്ത് എന്ന് ചെയ്തത്. പ്രത്യേകം പറയും പുരുഷന്മാരാണെങ്കിലും മുതൽപ്പെടും. അപ്പോൾ സിഹ്ർ ചെയ്യുക എന്നുള്ളത് വളരെ വ്യാപകമാണ്. പലപ്പോഴും പല കാര്യങ്ങൾക്കും ചെയ്യും. ഇതേപോലെ ആളുകളെ പരസ്പരം തെറ്റിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വശീകരണ മന്ത്രം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കാണാമല്ലോ, ആളുകൾ വശീകരിക്കാൻ, പരസ്പരം കൂട്ടിയിണക്കാൻ വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ എന്താണ് ആളുകളെ പല പല ഉപദ്രവങ്ങൾ ഏൽപ്പിക്കാൻ ഒക്കെ എന്ത് ചെയ്യലുണ്ട്? സിഹ്ർ ചെയ്യലുണ്ട്. അല്ലെങ്കിൽ ശൈത്വാൻ്റെ സഹായം മുഖേന നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന കാര്യങ്ങൾ കണ്ടെത്താൻ, ഇങ്ങനെ പല രീതിയിൽ എന്ത് ചെയ്യലുണ്ട്? ആളുകൾ സിഹ്ർ ചെയ്യലുണ്ട്. ഇവിടെ ഇതിനെ വിശദീകരിച്ചുകൊണ്ട് മുസന്നിഫ് ഹഫിദുല്ലാഹ് പറയുകയാണ്, ഹാദാ നാഖിദുൻ മിൻ നവാഖിദുൽ ഇസ്ലാം, ഇത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന നവാഖിദുകളിൽ ഒരു നാഖിദാണ്. യക്സുറു വുഖൂഉഹു ബൈനൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ ഇടയിൽ ഇത് സംഭവിക്കുന്നത് വളരെ വ്യാപകമാണ്, ധാരാളമാണ്. അതുകൊണ്ട് തന്നെ ഫവജബ ബയാനുഹു വത്തഹ്ദീറു മിൻ, അതിനെ വിശദീകരിക്കലും അതിൽ നിന്ന് മുസ്ലിം സമൂഹത്തോട് ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം കൊടുക്കലും അനിവാര്യമാണ്. ഫദക്കറഹു ശൈഖു റഹിമഹുല്ലാഹ് മിൻ ദുംനി നവാഖിദുൽ അശറ അല്ലത്തി ഹിയ അദറു നവാഖിദ്, അതുകൊണ്ട് എന്ത് ചെയ്തിരിക്കുകയാണ്? ഇവിടെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന 10 കാര്യങ്ങൾ എണ്ണിപ്പറഞ്ഞെടുത്ത് എന്ത് ചെയ്തിരിക്കുന്നു? മുസന്നിഫ് ഇതിനെ കൊണ്ടുവന്നിരിക്കുകയാണ്. കാരണം ഇത് എന്താണ്? നവാഖിദുകളിൽ വളരെ അപകടം പിടിച്ചിരിക്കുന്ന ഒന്നാണ് എന്ന കാരണത്താലാണ്. നവാഖിദുകൾ ധാരാളമുണ്ട്. അതിലേറ്റവും വ്യാപകമായതും ഗൗരവമേറിയ 10 എന്ത് ചെയ്തിരിക്കുന്നത്? ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൽപ്പെട്ട ഒന്നാണിത്. അതേപോലെ വാഖിസറുഹാ വുഖൂഅൻ, വളരെ വ്യാപകമായി സംഭവിക്കുന്നതുമാണ്. വഹാദ മിൻ ഹിർസിഹി റഹിമഹുല്ലാഹ് അലാ തഹ്ദീരിൽ ഉമ്മ മിമ്മാ യുദിഉ ദീനഹ, ഇത് മുസന്നിഫ് റഹിമഹുല്ലയുടെ ഒരു നസീഹത്തിൽപ്പെട്ടതാണ്, അദ്ദേഹത്തിൻ്റെ താല്പര്യത്തിൽപ്പെട്ടതാണ്. ആളുകളുടെ ദീൻ ചോർത്തിക്കളയുന്ന, ഇല്ലാതെയാക്കി കളയുന്ന കാര്യങ്ങളിൽ അവർക്ക് എന്ത് ചെയ്യുക? ജാഗ്രതാ നിർദ്ദേശം കൊടുക്കുക. വയംഖുദ ഉസൂല ഈമാനി, അവരുടെ ഈമാനിൻ്റെ അടിസ്ഥാനങ്ങളെ തകർത്ത് കളയുന്ന കാര്യങ്ങളെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ആളുകൾക്ക് നിർദ്ദേശം കൊടുക്കുക. ഇതിൽ വലിയ ഹർസുള്ളയാളായിരുന്നു ആര്? ഷെയ്ഖുൽ ഇസ്ലാം റഹിമഹുല്ലാഹ്. വഹാദ ദൈദനുഹു റഹിമഹുല്ലാഹ്, ഇത് ഷെയ്ഖ് മുസന്നിഫ് റഹിമഹുല്ലയുടെ എന്താണ്? പതിവ് ശൈലിയിൽപ്പെട്ടതുമാണ്. ആളുകൾ വളരെ വ്യാപകമായി ദീനിൽ നിന്ന് അകന്നു പോകുന്ന വളരെ ഗുരുതരമായ കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് എന്ത് ചെയ്യും? പറഞ്ഞു കൊടുക്കുക, അവരെ ബോധവൽക്കരിക്കുക എന്നുള്ളത് ഷെയ്ഖിൻ്റെ പ്രത്യേകതകളിൽപ്പെട്ടതായിരുന്നു. ഇവിടെ വൽ മഖ്സൂദ് ബിസ്സിഹ്രി ഹുന, ഇവിടെ സിഹ്ർ എന്നതുകൊണ്ടുള്ള മഖ്സൂദ്, ഉദ്ദേശം, ഹുവൽ ഉഖദു വൽ അസായിമു അല്ലതി യുൻഫതു ഫീഹ, അത് കെട്ടുകളിൽ ഇങ്ങനെ എന്ത് ചെയ്യുന്നു? മന്ത്രങ്ങൾ ചൊല്ലി ഊതപ്പെടുന്നു. അങ്ങനെ മന്ത്രങ്ങൾ ചൊല്ലി കെട്ടുകൾ ഇട്ട് ചെയ്യുന്ന പണിയെ സംബന്ധിച്ചാണ് എന്ത് ചെയ്യണത്? അസായിം എന്നതുകൊണ്ട് അതിന് ധാരാളം അർത്ഥങ്ങളുണ്ട്. ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? മന്ത്രങ്ങളാണ്. വ്യത്യസ്തങ്ങളായ മന്ത്രങ്ങൾ ചൊല്ലി എന്ത് ചെയ്യുന്നു? അതിൽ കെട്ടിട്ട് ഊതുന്നു. അങ്ങനെ തുഅസ്സിറു ഫിൽ ഖുലൂബി വൽ അബ്ദാനി ബിഇദ്നില്ലാഹിൽ കൗനി, ഇത് മുഖേന എന്തുണ്ടാക്കാൻ സാധിക്കും? ആളുകളുടെ ഹൃദയത്തിൽ അതിൻ്റെ സ്വാധീനം ഉണ്ടാക്കാൻ സാധിക്കും, ശരീരത്തിലും സ്വാധീനം ഉണ്ടാക്കാൻ സാധിക്കും. ചിലപ്പോൾ മരണം വരെ എന്ത് ചെയ്യും? ഇത് മുഖേന സംഭവിച്ചേക്കാം. എങ്ങനെയാണ് സംഭവിക്കുന്നത്? സ്വതന്ത്രമായിട്ടല്ല, ബിഇദ്നില്ലാഹിൽ കൗനി, കൗനിയായ അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം, പ്രാപഞ്ചികമായ നിയമപ്രകാരം അള്ളാഹു എന്ത് ചെയ്യുന്നത്? അള്ളാഹു ഇഷ്ടപ്പെട്ടത് പ്രവർത്തിക്കേണ്ടത് ചെയ്തു കൊടുക്കണതാണ്, അനുമതിയാണത്. അല്ലാതെ പ്രാപഞ്ചികമായൊരു നിയമമാണ്.
അങ്ങനെ എന്ത് ചെയ്യുന്നു? ആ അനുമതി പ്രകാരം എന്ത് ചെയ്യലുണ്ട്? ആളുകളുടെ ശരീരത്തിനും ഹൃദയത്തിനും സ്വാധീനമുണ്ടാക്കാൻ ഇത് മുഖേന എന്ത് ചെയ്യും? സാധിക്കും എന്നുള്ളതാണ്. അസ്സെഹ്റു അൻവാഉൻ, സെഹർ വ്യത്യസ്ത ഇനങ്ങളുണ്ട്. മഖ്സൂദു ഷെയ്ഖ് ഹുന സെഹ്റുൻ മഖ്സൂസുൻ, ഇവിടെ ഷെയ്ഖ് ഉദ്ദേശിക്കുന്ന സെഹർ അത് പ്രത്യേകമായൊരു സെഹറാണ്. വഹുവ സെഹ്റു ലദീ യകൂനു ബിൽ ഉഖദി വൽ അസായിം, അത് ഈ പറയുന്ന കെട്ടുകളും മന്ത്രങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന സെഹറാണ്. വറുഖല്ലതി യുൻഫസു ബിഹാ ഫിൽ ഉഖദി, അങ്ങനെ ചില മന്ത്രങ്ങൾ ചൊല്ലുന്നു, അത് മുഖേന ഈ ഉഖദുകളിൽ കെട്ടുകൾ എന്ത് ചെയ്യുന്നു? ഊതുന്നു. വയുസ്തആനു ഫിഹാ ബിശ്ശയാത്തീൻ, അതിലെന്ത് ചെയ്യുന്നുണ്ട്? ഷൈത്വാന്മാരോട് സഹായവും ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഫതുഅസ്സിറു ഫിൽ ഖുലൂബി വഫിൽ അബ്ദാനി ബിഇദ്നില്ലാഹിൽ കൗനി, അങ്ങനെ എന്ത് ചെയ്യുന്നു? ഹൃദയങ്ങളിലും ശരീരത്തിലുമെല്ലാം സ്വാധീനം ചെലുത്തുന്നു അള്ളാഹുവിൻ്റെ കൗനിയായ ഇതിനോടെ. വഹാദ സിഹ്റു കുഫ്റുൻ അക്ബർ, ഇത് കുഫ്റുൻ അക്ബറാണ്, ചെറിയ പ്രശ്നമല്ല. കുഫ്റുൻ അക്ബറാണ്. യുഖ്രിജു മിനൽ ഇസ്ലാം, ഇസ്ലാമിൽ നിന്ന് ഒരാളെ പുറത്തു കളയുന്ന വലിയ കുഫ്റാണ്. ഫീഹി തഖർറുബുൻ ഇലൽ ജിന്നി മിനസ് സാഹിരി വൽ മസ്ഹൂരി ലഹ്, ഇവിടെ ഈ പ്രശ്നത്തിൽ എന്തുണ്ട്? ജിന്നിന് അല്ലെങ്കിൽ ഷൈത്വാനിന് ഇബാദാത്തുകൾ അർപ്പിക്കലുണ്ട്, അവന് വഴിപ്പെടൽ എവിടെയുണ്ട്? ഈ പണിയിലുണ്ട്. അത് സാഹിറും ചെയ്യും, ഇത് ചെയ്യുന്ന മരണക്കാരനും ചെയ്യും. ആർക്ക് വേണ്ടിയിട്ടാണോ ഇത് ചെയ്യുന്നത് അവർക്കും അവരെ കൊണ്ട് എന്ത് ചെയ്യും? ചിലപ്പോൾ ചെയ്യും. അവരെ കൊണ്ട് ചിലപ്പോൾ ബലിയർപ്പിക്കും. ഇന്ന ഷൈത്വാനിന് വേണ്ടി, ഇന്ന ജിന്നിന് വേണ്ടി എന്ത് ചെയ്യുക? കോഴി നറുക്കുക, അല്ലെങ്കിൽ പല പല പണികൾ ചെയ്യിപ്പിക്കും. ഇയാളും അത് ചെയ്യും, ചെയ്യുന്ന സാഹിറും അത് ചെയ്യും. ഫസാഹിറു ലാ യുഖദു തലബുഹു വഗർദുഹു മിനൽ ജിന്നി ഇല്ലാ ഇദാ തഖറബ, ഫസാഹിറു ലാ യുഖദു തലബഹു വഗർദഹു മിനൽ ജിന്നി ഇല്ലാ ഇദാ തഖറബ ലഹു. അപ്പോൾ ഒരു സാഹിർ അവൻ്റെ തേട്ടം എന്ത് ചെയ്യണത്? അവൻ്റെ ലക്ഷ്യം അവൻ തുടങ്ങുകയില്ല, ജിന്നിൽ നിന്ന് അവൻ്റെ ആവശ്യപ്പെടുകയില്ല, അല്ലെങ്കിൽ ഉന്നയിക്കുകയില്ല. ഇല്ലാ ഇദാ തഖറബ ലഹു, ഇവൻ അവർക്ക് വേണ്ടി എന്ത് ചെയ്താലല്ലാതെ, ഇബാദാത്തുകൾ അർപ്പിച്ചാലല്ലാതെ. അപ്പോൾ ഇവൻ ചില ഇബാദാത്തുകൾ അവനെ അനുസരിച്ചുകൊണ്ട് ചില വലിയ തിന്മകൾ ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുക? അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ തമ്മിലുള്ള കരാർ. വലിദാലിക യഗ്ലബു അല സഹറ, വലിദാലിക യഗ്ലബു അല സഹറത്തി അൽ വലിദാലിക യഗ്ലബു അല സഹറത്തി അൽ വസഖു വൽ ഖദറു ഫി ജിസാദി, അതുകൊണ്ട് സാഹിരീങ്ങളുടെ അവരുടെ ശരീരത്തിലും അതേപോലെ ഫി ബുയൂത്തിഹിം അവരുടെ വീടുകളിലും അഴുക്കും മാലിന്യങ്ങളും മികച്ചു നിൽക്കുന്നത് കാണാൻ സാധിക്കും. അവരുടെ വീടുകളിലും അവരുടെ ശരീരത്തിലും ധാരാളം ഉണ്ടാവും, മാലിന്യങ്ങളും അഴുക്കുകളും ഉണ്ടാവും. കാരണം ലിഅന്നഹും യതഖറബൂന ഇലൽ ജിന്നി ബിഹാദ, ഈ അഴുക്കുകളിലൂടെ, നജസുകളിലൂടെ അവരെന്ത് ചെയ്യലുണ്ട്? ഷൈത്വാനിനെ പ്രീതിപ്പെടുത്തലുണ്ട്. അലാമ യസ്ബഹൂനഹു അയ്ളൻ ലഹും, അതേപോലെ അവർക്ക് വേണ്ടി അറവ് നടത്തും. വലൗ മിമ്മാ ലാ നഫഅ ഫീഹി വലാ യുക്കൽ, അത് ചിലപ്പോൾ ഒരു ഉപകാരമില്ലാത്ത വസ്തുക്കളായിരിക്കും ചിലപ്പോൾ എന്ത് ചെയ്യണേ? അറക്കണത്, തിന്നാൻ പോലും പറ്റാത്ത കദ്ദുബാബി വനഹവി, ചിലപ്പോൾ ഈച്ചയായിരിക്കും. ഇവിടെ ലിഅന്നൽ മഖ്സൂദ് അൽ ഖുലൂബ് വഖസ്ദുൽ ഖൽബ് വഖദ് യുത്ലബു മിനസ് സാഹിർ. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് എന്താണ്? എന്തിനറക്കുന്നു എന്നുള്ളതല്ല, ഇവൻ്റെ ഹൃദയം അള്ളാഹു അല്ലാത്തവർക്ക് എന്ത് ചെയ്യുന്നു? ലക്ഷ്യം വെക്കുന്നു, അതിനു വേണ്ടിയിട്ട് അറുക്കപ്പെടുന്നു, അതാണ് അവർ ലക്ഷ്യം വെക്കപ്പെടുന്നത്. അപ്പോൾ എന്തിനറുക്കുന്നു എന്നുള്ളതൊന്നുമല്ല. വൽഇയാദു ബില്ലാഹ്, ചിലപ്പോൾ എന്ത് ചെയ്യും? വഖദ് യുത്ലബു മിനസ് സാഹിരി വൽഇയാദു ബില്ലാഹി അൻ യബൂല അലൽ മുസ്ഹഫി വനഹ്വി ഹാദാ, ചിലപ്പോൾ മുസ്ഹഫിനെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനെ നിന്ദിക്കാൻ വേണ്ടിയിട്ട്, അതിൽ മാലിന്യങ്ങൾ വെച്ച് തേക്കാൻ ചിലപ്പോൾ ഇവനോട് എന്ത് ചെയ്യും? ആവശ്യപ്പെടും ഈ ഷൈത്വാൻ. كما أن الساحر يطلب منه أن يتقرب إلى الجن بذبح معين أو بفعل معين وهو كفر أكبر. അതുപോലെ തന്നെ ചിലപ്പോൾ ഏതെങ്കിലും പ്രത്യേകമായ അറിവുകൾ നടത്താൻ ആവശ്യപ്പെടുന്ന പോലെ, ചില പ്രത്യേക പ്രവർത്തികൾ കാണിക്കാൻ ആവശ്യപ്പെടുന്ന പോലെ, ചിലപ്പോൾ ഇതുപോലെ മാലിന്യങ്ങൾ പരിശുദ്ധ ഖുർആനിലും ആദരിക്കപ്പെടേണ്ട കാര്യങ്ങളിലുമെല്ലാം തേക്കാൻ എന്ത് ചെയ്യും? അതുകൊണ്ട് ഈ സാഹരീങ്ങളുടെ അടുക്കൽ പലപ്പോഴും എന്തായിരിക്കും? അവരുടെ പരിസരം വൃത്തിഹീനമായിരിക്കും, അത് കാണാൻ സാധിക്കും എന്ന് പറയാണ്. അപ്പോൾ ഇങ്ങനെ ആരെങ്കിലും ചെയ്താൽ കുഫ്റുൻ അക്ബർ, അതെന്താണ്? വലിയ കുഫ്റാണ്. വഖദ് ഖാല അല്ലാഹു തആല, അല്ലാഹു തആല പറഞ്ഞു, വത്തബഉ മാ തത്ലു ശയാത്തീനു അലാ മുൽക്കി സുലൈമാൻ, അവർ ബനു ഇസ്രായേലികൾ ഷൈത്വാൻ ഓതിക്കൊടുത്തിരിക്കുന്ന അവരുടെ മന്ത്രങ്ങളെ ഇവരെന്ത് ചെയ്യുന്നു? പിന്തുടരുന്നു.
ആരുടെ കാര്യത്തിൽ? അലാ മുൽക്കി സുലൈമാൻ അലൈഹിസ്സലാമിന് വലിയ ആധിപത്യമുണ്ടായിരുന്നു, അധികാരമുണ്ടായിരുന്നു. ജിന്നുകളുടെ മേൽ വരെയും എന്തുണ്ടായി? നിയന്ത്രണമുണ്ടായി. പല മൃഗങ്ങളും പല പക്ഷികളും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ടായി? സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ നിയന്ത്രണത്തിലുണ്ടായി. ധാരാളം രാജ്യം അദ്ദേഹം ചെയ്തിട്ടുണ്ട്, വെട്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ സുലൈമാൻ അലൈഹിസ്സലാം ഈ അധികാരമെല്ലാം കരസ്ഥമാക്കിയത് സിഹ്ർ ചെയ്തിട്ടാണ്. അതാരും ഓതി കൊടുത്തു? ഷൈത്വാൻ ഇവർക്ക് ഓതി കൊടുത്തു, ബനു ഇസ്രായേലികൾക്ക്. അതിന് പിന്നാലെ ആര് പോയി? ബനു ഇസ്രായേലികൾ പോയി. ഇത് ചെയ്താൽ എന്ത് ചെയ്യും? കാര്യങ്ങൾ നടക്കും എന്നുള്ള ഗണത്തിൽ. എന്നാൽ വമാ കഫറ സുലൈമാൻ, ഇല്ല, സുലൈമാൻ അലൈഹിസ്സലാം സിഹ്ർ ചെയ്തിട്ടില്ല. ഇവിടെ സിഹ്ർ ചെയ്തിട്ടില്ല എന്നല്ല പറഞ്ഞത്. എന്താ പറഞ്ഞത്? വമാ കഫർ സുലൈമാൻ എന്ന് പറഞ്ഞത്. സുലൈമാൻ അലൈഹിസ്സലാം കുഫർ ചെയ്തിട്ടില്ല, അല്ല, അതായത് സിഹ്ർ ചെയ്തിട്ടില്ല. സിഹ്ർ ചെയ്താൽ പിന്നെ എന്താണ്? കുഫർ സംഭവിക്കും എന്നുള്ളതുകൊണ്ട്. അപ്പോൾ സുലൈമാൻ അലൈഹിസ്സലാം ചെയ്തിട്ടില്ല, സിഹ്ർ ചെയ്തിട്ടില്ല. വലാകിന്ന ശയാത്വീന കഫറു, എന്നാൽ ഷൈത്താന്മാരാണ് എന്ത് ചെയ്തത്? കുഫർ ചെയ്തത്. യുഅല്ലിമൂന അന്നാസ സിഹ്റ, അവർ എന്ത് ചെയ്തു? ജനങ്ങൾക്ക് സിഹ്ർ പഠിപ്പിച്ചു കൊടുത്തു. എന്നിട്ട് അപ്പോൾ ഇത് ജനങ്ങൾക്ക് സിഹ്ർ പഠിപ്പിച്ചു കൊടുത്ത ഒരു കൂട്ടരവരാണ്, ഷൈത്താന്മാരാണ്. മറ്റൊന്ന് വമാ ഉൻസില അലൽ മലക്കൈനി ബിബാബില ഹാറൂത്ത് വമാറൂത്ത്, ബാബിലിൽ ഹാറൂത്ത് മാറൂത്ത് എന്ന് പറയുന്ന രണ്ട് മലായിക്കത്തിനെ നിയോഗിക്കപ്പെട്ടിട്ടില്ല, ഇറക്കപ്പെട്ടിട്ടില്ല. അങ്ങനെ വമാ യുഅല്ലിമാനി മിൻ അഹദിൻ, അവരാർക്കും പഠിപ്പിച്ചു കൊടുത്തിട്ടുമില്ല. ഹത്താ യഖൂല ഇന്നമാ നഹ്നു ഫിത്ന ഫലാ തക്ഫുർ, അവർ ജനങ്ങളോട് പറഞ്ഞിട്ടല്ലാതെ ഞങ്ങൾ നിങ്ങൾക്കുള്ള ഒരു ഫിത്നയാണ്. ബനു ഇസ്രായേലികൾക്ക് അങ്ങനെ പല പല ഫിത്നകൾ വന്നിട്ടുണ്ട്. ശനിയാഴ്ച അവരോട് എന്ത് പറഞ്ഞു? മത്സ്യബന്ധനം പാടില്ല എന്ന് പറഞ്ഞു. ശനിയാഴ്ച നോക്കുമ്പോൾ കടൽ തീരം ജലാശയങ്ങളിൽ മുഴുവൻ എന്താണ്? മത്സ്യങ്ങൾ തിങ്ങി നിറയും. അന്ന് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? മത്സ്യബന്ധനം പറ്റില്ല. എന്നാൽ മറ്റുള്ള ദിവസങ്ങളിൽ മത്സ്യത്തിന് ലഭ്യത കുറവാണ്. ഇത് അവർക്ക് അള്ളാഹു കൊടുത്ത പരീക്ഷണമായിരുന്നു. അങ്ങനെ അവർ ആ പരീക്ഷണം മറികടക്കാൻ എന്ത് ചെയ്തു? ചില കുതന്ത്രങ്ങളെല്ലാം പ്രയോഗിച്ചിട്ട് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. എന്നതുപോലെ ഒരു ഫിത്തനയായിരുന്നു ഇത് സിഹ്ർ കൊണ്ടുള്ള ഒരു ഫിത്തന. അപ്പോൾ ഈ മലക്ക് അവരോട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഫിത്തനയാണ്, നിങ്ങൾ ഇത് ലകപ്പെട്ട് എന്ത് ചെയ്യാൻ പാടില്ല, കുഫർ ലകപ്പെട്ടു പോകരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞിട്ടേ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തുള്ളൂ. അങ്ങനെ ഫയതഅല്ലമൂന മിൻഹുമ, ഇവർ രണ്ടുപേരിൽ നിന്നും അവർ പഠിച്ചു. എന്താണ് പഠിച്ചത്? മാ യുഫരിഖൂന ബിഹി ബൈനൽ മർഇ വസൗജി, ഒരു ഭർത്താവിനെയും ഭാര്യയെയും പരസ്പരം ഭിന്നിപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ത് ചെയ്തു? അവർ പഠിച്ചു. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സർഫ് എന്നത്. ഇതെന്ത് ചെയ്തു? ഇവർ പഠിച്ചെടുത്തു. എന്നിട്ട് അള്ളാഹു പറയുകയാണ്, വമാഹും ബിദാരിന ബിഹി മിൻ അഹദിൻ ഇല്ലാ ബിഇദ്നില്ലാ, അള്ളാഹുവിൻ്റെ നേരത്തെ പറഞ്ഞ കൗനിയായ അനുമതി കൊണ്ടല്ലാതെ ആരെയും ഇത് മുഖേന ഉപദ്രവിക്കാൻ അവർക്ക് സാധിക്കൂല. അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം തന്നെ സാധിക്കൂ. ഇതിന് അസറുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ്. വയതഅല്ലമൂന മാ യദുറുഹും വലാ യൻഫഉഹും, അവർ അവരെ ഉപദ്രവിക്കുന്ന കാര്യമാണ് അവരെ പഠിച്ചിരിക്കുന്നത്. അല്ലാണ്ട് അവർക്ക് ഇതുകൊണ്ട് എന്ത് ചെയ്യാൻ പോകുന്നില്ല, നേട്ടം ഉണ്ടാകാൻ പോകുന്നില്ല. വലഖദ് അലിമൂ ലമൻ ഇഷ്തറാഹു മാ ലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്, അപ്പോൾ ഇത് മുഖേന അവർക്ക് ആഖിറത്തിൽ എന്താണ്? യാതൊരു ഓഹരിയും ഉണ്ടാവുകയില്ല. ആഖിറത്തിൽ ഇവർ വരുത്തി വച്ചിരിക്കുന്ന ഈ കച്ചവടം മുഖേന വലിയ നാശമാണ് അവർക്കുണ്ടാവുക. ആഖിറത്തിൽ അവർക്ക് എന്ത് ഉണ്ടാവും? സാധിക്കില്ല, ഇത് മുഖേന നേട്ടം ഉണ്ടാവുകയില്ല എന്നും അള്ളാഹു പറയണം. ഇവിടെ ഫബയ്യനത് ഹാദിഹിൽ ആയത്തു അന്ന സിഹ്റൽ മദ്കൂറ കുഫ്റുൻ ബില്ലാഹി അസ്സ വജൽ, ഈ ആയത്ത് വളരെ കൃത്യമായി വിവരിക്കുന്നുണ്ട്. പറയപ്പെട്ടിരിക്കുന്ന സിഹ്ർ അള്ളാഹുവിന് കുഫ്ർ ചെയ്യലാണ്. അതിൽ എന്തുണ്ട്? കൃത്യമായിട്ട് അള്ളാഹു ഇവിടെ പറയുന്നുണ്ട്. ഇത് മുഖേന എന്ത് ചെയ്യും? കുഫ്ർ സംഭവിക്കും. ഫഇന്നഹു മിൻ കുഫ്രി ഷയാത്വീൻ, ഷൈത്വാന്മാരുടെ കുഫ്റിൽപ്പെട്ടതാണെന്ത്? ഈ പറയുന്ന സിഹ്ർ ചെയ്യുക എന്നുള്ളത്. ഷൈത്വാന്മാരിൽ അകപ്പെട്ട അവരുടെ കുഫ്റിൽപ്പെട്ടതാണിത്. വമിൻ തഅലീമി ഷയാത്വീനിൽ കഫറ, അതേപ്രകാരം തന്നെ ഷൈത്വാന്മാരുടെ അധ്യാപനങ്ങളിലും പെട്ടതാണിത്. കുഫാറുകളായ ഷൈത്വാന്മാരുടെ അധ്യാപനങ്ങളിലും പെട്ടതാണിത്. അതേപോലെ വമാ യുഅല്ലിമാനി മിൻ അഹദിൻ ഹത്താ യഖൂലാ ഇന്നമാ നഹ്നു ഫിത്നത്തുൻ ഫലാ തക്ഫുർ, ഇതും എന്താണ്? കുഫറാണ് എന്നുള്ളതിലേക്കുള്ള വളരെ വ്യക്തമായ തെളിവാണ്. നിങ്ങൾ കുഫാറുകളിൽ അകപ്പെട്ടു പോകരുത്, കുഫർ ചെയ്യരുത്, ഇത് പഠിച്ച് നിങ്ങൾ എന്ത് ചെയ്യരുത്, പഠിച്ചാൽ കുഫർ സംഭവിക്കും എന്ന് ഈ ആയത്ത് പറയുന്നുണ്ട്. ഫദല്ല അലാ അന്ന തഅല്ലുമ സിഹ്രി കുഫ്റുൻ, അപ്പോൾ ഇത് സിഹ്ർ പഠിക്കുന്നത് കുഫറാണ് എന്നുള്ളതിലേക്ക് ഇത് അറിയിക്കുന്നുണ്ട്. ഫലാ തക്ഫുർ എന്ന് പറഞ്ഞത് ഇതിലേക്ക് അറിയിക്കുന്നുണ്ട്. വമാ യുഅല്ലിമാനി, അവർ രണ്ടുപേരും പഠിപ്പിച്ചില്ല, മിൻ അഹദിൻ, ആരെയും, ഹത്താ യഖൂല, അവർ ഇരുവരും പറഞ്ഞിട്ടല്ലാതെ, പറയുന്നത് വരെയും ഇന്നമാ നഹ്നു ഫിത്ന ഫലാ തക്ഫുർ എന്ന് പറഞ്ഞിട്ടല്ലാതെ അവർ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. അപ്പോൾ ഇത് പഠിച്ചാൽ എന്തുണ്ടാവും? കുഫർ സംഭവിക്കും എന്നുള്ളതാണ്.
വലൗലം യഅമൽ ബിഹി, ഒരാൾ പ്രവർത്തിക്കുന്നൊന്നുമില്ല, കേവലം പഠിക്കാൻ പോയിട്ടേ ഉള്ളൂ. ഇപ്പം ചിലപ്പോൾ ധാരാളം കോഴ്സുകൾ കാണാം, നിങ്ങൾ ഓൺലൈനിൽ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഈ പറയുന്ന തൽസമാത്ത് പഠിപ്പിക്കുന്ന എന്തുണ്ട്, സെഹർ പഠിപ്പിക്കുന്ന കോഴ്സുകളുണ്ട്. താടിയും തലപ്പാവും വെച്ച മുസ്ലിയാക്കന്മാർ ഇത് പഠിപ്പിക്കുന്ന കോഴ്സുകൾ നടത്തുന്നുണ്ട്. എന്ന് പറഞ്ഞ് ഇത് വഹാദ സെഹറു സർഫി, എന്താണ് സെഹറു സർഫാണ്, ആളുകളെ പരസ്പരം ഭിന്നിപ്പിക്കുന്നതാണ്. ഒമാഹും ബിദാരിന ബിഹി മിൻ അഹദിൻ ഇല്ലാ ബിഇദ്നില്ലാ, അത് മുഖേന ആരെയും അവർക്ക് ഉപദ്രവിക്കാൻ സാധിക്കുകയില്ല ഇല്ലാ ബിഇദ്നില്ലാ, അള്ളാഹുവിൻ്റെ കൗനിയായ അനുമതി കൊണ്ടല്ലാതെ. ഫതഅല്ലുഖു ബില്ലാഹി അസ്സ വജൽ, അപ്പോൾ ഇതിൻ്റെ ബന്ധം ആരിലോട്ട് തന്നെയാണ്, അള്ളാഹുവിലോട്ട് തന്നെയാണ്, അള്ളാഹുവിൻ്റെ കൗനിയായ ഇതിന് കൊണ്ടാണ്. വയതഅല്ലമൂന മാ യദുറുഹും വലാ യൻഫഉഹും, അവർ ഈ പഠിച്ചിരിക്കുന്ന ഈ കാര്യങ്ങൾ, പഠിക്കുന്ന കാര്യങ്ങൾ അത് അവർക്ക് ഉപദ്രവകരമായതാണ്, ഉപകാരം ചെയ്യാത്തതാണ്. വഹാദാ ലാ യകൂനു ഇല്ലാ ഫിൽ കുഫർ, ഇത് കുഫറിൽ ആണ് ഉണ്ടാവുക. ഉപകാരമില്ലാത്ത എന്നാൽ ഉപദ്രവമേ ഉണ്ടാക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്, കുഫറിൽ സംഭവിക്കുന്ന കാര്യമാണ്. വല്ലദീ യകൂനു ദാറൻ ബിലാ നഫീൻ, അതാണ് അപകടകരമായതും ഉപകാരമില്ലാത്തതും എന്താണ്, കുഫറാണത്. വലഖദ് അലിമൂ ലമൻ ഇഷ്തറാഹു മാ ലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ് വഹാദാ അയ്ളൻ യദുല്ലു അലാ കുഫ്രി സാഹിരി മുതഅല്ലിമൻ വആമിലൻ വസ്സിഹ്റു അൻവാഉൻ അദീദ. അപ്പോൾ ഇതെന്താണ്, ഇതും അറിയിക്കുന്നുണ്ട് എന്തിലേക്ക്, സാഹിർ കുഫർ സംഭവിക്കുന്നവനാണ്, ആഖിറത്തിൽ അവർക്ക് ഒരു പങ്കുമില്ല എന്ന് പറഞ്ഞാൽ ഒരു കാലാകാലം നരകത്തിൻ്റെ അവകാശികളായിരിക്കും. അത് ആർക്കാണ് സംഭവിക്കുക, കുഫാറുകൾക്കാണ് സംഭവിക്കുക. ആഖിറത്തിൽ ഒരു നന്മയുടെ പങ്കും ലഭിക്കാതെ കാലാകാലം നരകത്തിൽ കിടക്കാരാണ്, കുഫാറുകളാണ്. അപ്പോൾ ഇതും എന്ത് ചെയ്യുന്നുണ്ട്, ഇത് കുഫറാണെന്നിലേക്ക് അറിയിക്കുന്നുണ്ട്. അപ്പോൾ ഇത് പഠിക്കുന്നതും അതേപ്രകാരം പ്രവർത്തിക്കുന്നതും. വസ്സിഹ്റു അൻവാഉൻ അദീദ, സിഹറിന് എണ്ണമറ്റ ഇനങ്ങളുണ്ട്. ലാകിന്ന അക്സറ സിഹ്രി വുഖൂഅൻ ഹുവ സിഹ്റുൽ അത്ഫി വസ്സർഫ്, എന്നാൽ വ്യാപകമായി അധികവും നടക്കുന്ന സിഹർ ഈ പറയുന്ന സിഹ്റുൽ അത്ഫി വസ്സർഫ്, വശീകരണ സിഹർ, ആളുകളെ പരസ്പരം കൂട്ടിയിണക്കാൻ അല്ലെങ്കിൽ ആളുകളെ ഭിന്നിപ്പിക്കുന്ന സർഫ്. ഫസിഹ്റുൽ അത്ഫി, അപ്പോൾ ഈ സിഹ്റുൽ അത്ഫ് എന്ന് പറഞ്ഞാൽ വശീകരണത്തിനുള്ളതെന്ന് പറഞ്ഞാൽ ഹുവല്ലദീ യുഅദ്ദി ഇലാ ഹുബ്ബി സൗജി ലിസൗജതിഹി മസലൻ, ഒരു ഭർത്താവിന് എന്ത് ചെയ്യുന്നു, ഭാര്യയോട് സ്നേഹമുണ്ടാക്കി കൊടുക്കുന്ന, ഉദാഹരണം പറഞ്ഞതാണ്, അങ്ങനെയുള്ളതായ ഒരു സിഹറാണ്. ഭർത്താവിന് ഭാര്യയോട് എന്തുണ്ടാവും, സ്നേഹമുണ്ടാക്കി കൊടുക്കുന്ന ഇതാണ്. വഖദ് യകൂനു ബൈന ഗൈരി സൗജി, ചിലപ്പോൾ ഭർത്താവ് തന്നെ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലാകണമെന്നില്ല, അതല്ലാതെയുമാകാം. കഅൻ യുഹിബ്ബ ഷാബുൻ റജുലൻ വയതഅല്ലഖു ബിഹി ബിഫഇലി സിഹ്ർ, അപ്പോൾ വേറൊരാൾ ഇഷ്ടപ്പെടുന്നു, അങ്ങനെ അവർ പരസ്പരം എന്ത് ചെയ്യാൻ വേണ്ടി, ആ ബന്ധം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് സിഹർ ചെയ്യുന്നു. അവൻ വേറൊരാളെ സ്നേഹിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, അവൾ വേറൊരാളെ സ്നേഹിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഇവർ തമ്മിൽ അടുക്കാൻ വേണ്ടിയിട്ടുള്ള സിഹർ ചെയ്യുന്നു. വഖദ് റഅയ്ന ഹാദാ വഅറഫ്നാഹു, ഇത് നാം കാണുന്നതും നമുക്കറിയാവുന്നതുമായ കാര്യങ്ങളാണ്, വളരെ വ്യാപകമായി നടക്കുന്നതാണെന്നാണ് ഷെയ്ഖ് എന്ത് പറയുന്നത്, ഈ വശീകരണ മന്ത്രങ്ങൾ. അതേപോലെ വസിഹ്റു സർഫി, സിഹ്റു സർഫു ഉണ്ട്. സിഹ്റു സർഫ് എന്ന് പറഞ്ഞാൽ വഹുവ സിഹ്റുൻ അത്തഫ്രീഖു ബൈനൽ മുതഹാബ്ബൈൻ, പരസ്പരം സ്നേഹിക്കുന്ന ആളുകളുടെ ഇടയിൽ എന്തുണ്ടാക്കലാണ്, ഭിന്നിപ്പുണ്ടാക്കലാണ്. സവാഅൻ ഖാന സൗജൈനി ഔ ഖാന സ്വദീഖൈൻ, ചിലപ്പോൾ അവരെന്തായിരിക്കാം, ദമ്പതികളായിരിക്കാം അല്ലെങ്കിൽ കൂട്ടുകാരായിരിക്കാം. വഹാദ അക്സറു അൻവാഇ സിഹ്രി വഖുഅൻ ബൈനൽ മുസ്ലിമീൻ, ഇത് മുസ്ലിമീങ്ങളുടെ ഇടയിൽ തന്നെ വളരെ അധികമായിട്ട് നടക്കുന്ന ഒരു സിഹറാണ്. എന്ത്, ആളുകളെ പരസ്പരം ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് ശൈത്വാന അത് വിഷയത്തിൽ നിന്നുണ്ടാകും, വലിയ താല്പര്യം ഉണ്ടാകും. മുസ്ലിമീങ്ങളുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കുക എന്നുള്ളത് ശൈത്വാനിനും വലിയ താല്പര്യമുള്ള കാര്യമാണ്. പ്രത്യേകിച്ചും കുടുംബങ്ങൾ തകർക്കുക, അത് സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, അവരുടെ ദീനിലേക്ക് ബാധിക്കും. അതുപോലെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സ്നേഹിച്ച സഹോദരങ്ങളെ പരസ്പരം എന്ത് ചെയ്യുക, ഭിന്നിപ്പിക്കുക, ഇതും അവരുടെ ദീനിൽ എന്ത് ചെയ്യാൻ സാധിക്കും, സ്വാധീനം ഉണ്ടാക്കാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ഷൈത്വാൻ ഈ വിഷയത്തിൽ എന്ത് ചെയ്യും, വലിയ രീതിയിൽ പണിയെടുക്കുന്ന കാര്യമാണ്. ആളുകളെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന സിഹറുകൾ, ഇത് മനുഷ്യരിലും ഉണ്ടാവും ഇതുള്ള ഷൈത്വാന്മാർ, ആളുകൾ ഭിന്നിപ്പിക്കുന്ന ഷൈത്വാന്മാർ. അവരെന്ത് ചെയ്യണം, ജാഗ്രതയോടെ കാണണം. മുഅ്മിനീങ്ങൾ പരസ്പരം ആളുകളെ ഐക്യപ്പെടുത്താൻ, മനസ്സിനെ ഇണക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നവരായിരിക്കും. അവരുടെ ഇടയിൽ ഭിന്നിപ്പിൻ്റെ നാമ്പുകൾ അല്ലെങ്കിൽ ഘടകങ്ങൾ വിതറുക എന്നുള്ളത് എന്തല്ല,
മുസ്ലിമീങ്ങൾക്ക് ചേർന്ന പണിയല്ല. അവർ പരസ്പരം സ്നേഹിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുക. അതുകൊണ്ട് നമ്മുടെ വാക്കുകൾ കൊണ്ട് സംസാരങ്ങൾ കൊണ്ട് മുസ്ലിമീങ്ങളുടെ ഇടയിൽ നിന്നുണ്ടാകാൻ പാടില്ല, ഭിന്നിപ്പുണ്ടാകാൻ പാടില്ല. ഇത് ഷെയ്ത്താൻ വല്ലാത്ത രീതിയിൽ ആഗ്രഹിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇതും ഇതിൽപ്പെട്ടതാണ്, സിഹറിൻ്റെ ഇനങ്ങളിൽപ്പെട്ടതാണ്, വ്യാപകമായി നടക്കുന്ന സിഹറിന്. ഫമൻ ഫഅല സിഹറ ഫഖദ് കഫറ കുഫ്റൻ അക്ബർ. ആരെങ്കിലും സിഹർ ചെയ്താൽ അവനിൽ വലിയ കുഫർ സംഭവിച്ചിരിക്കുന്നു. വമൻ റദിയ ബിസ്സിഹ്രി. ആരെങ്കിലും സിഹറിനെ തൃപ്തിപ്പെട്ടാൽ, ഏതുപോലെ കൽ മസ്ഹൂരില ഇദാ റദിയ ബിസ്സിഹ്രി. ഒരാൾക്ക് വേണ്ടി സിഹർ ചെയ്യപ്പെടുകയാണ്, അവനതിനെ തൃപ്തിപ്പെടുന്നു. ഇദാ റദിയ ബിസ്സിഹ്രി. ആ സിഹറിനെ അവൻ തൃപ്തിപ്പെട്ടാൽ തൃപ്തിപ്പെടുന്നവനും എന്ത് ചെയ്യും? കുഫർ സംഭവിക്കുന്നതാണ്. ഹത്താ ലൗ ലം യതഖറബ് ഇല ഷയാത്തീൻ. അവൻ ചിലപ്പോൾ ഷെയ്ത്താനൊന്നും സമർപ്പിക്കുന്നുണ്ടാവില്ല, എന്നാലും ശരി, അവൻ ഷെയ്ത്താനൊന്നും സമർപ്പിച്ചിട്ടില്ല എങ്കിലും ഫഇന്നഹു യക്ഫുർ. അത് തൃപ്തിപ്പെടുന്നത് മുഖേന അവൻ എന്ത് ചെയ്യും? കുഫർ, കാഫിറാകും. കാരണം ലിഅന്നൽ മുതസബ്ബിബ ഫി ഷൈഇ കഫാഇലി. ഒരു കാര്യം ചെയ്യാൻ ആരാണോ കാരണക്കാരനായവൻ, അവൻ അത് പ്രവർത്തിച്ചവനെ പോലെയാണ്. ഇവൻ ആവശ്യപ്പെട്ടിട്ടാണ് എന്ത് ചെയ്തത്? ഈ സാഹിർ, മാരണക്കാരൻ ഇത് ചെയ്തത്. അതുകൊണ്ട് മാരണക്കാരൻ ചെയ്തതുപോലെയാണ് അതിന് കാരണക്കാരനായ ഈ ആവശ്യപ്പെട്ടയാളും തൃപ്തിപ്പെട്ടയാളും. ഫൽമസ്ഹൂറു ലഹു യത്ലുബു മിന സാഹിരി അസ്സിഹർ. അപ്പോൾ ആർക്ക് വേണ്ടിയിട്ടാണോ സിഹർ ചെയ്തത് അവനാണ് സാഹിറിനോട് എന്ത് ചെയ്തത്? ഇത് ആവശ്യപ്പെട്ടത്. വസ്സാഹിറു യക്ഫുറു ബില്ലാഹി ബിഹാദ. സാഹിറാകട്ടെ ഇതുകൊണ്ട് എന്ത് ചെയ്തു? കുഫർ ചെയ്തു. ഇത് ചെയ്യുന്ന മുഖേന കുഫർ സംഭവിക്കും. അപ്പോൾ സാഹിർ ഇതുകൊണ്ട് എന്ത് ചെയ്തു? കുഫർ ചെയ്തു. വയതഖറബു ഇല ഷയാത്തീൻ. ഷൈത്താൻമാർക്ക് എന്ത് ചെയ്തു? ഇബാദാത്തുകൾ സമർപ്പിച്ചു. അങ്ങനെ ഫഹത്താ ലൗ ലം യഫ്അൽ അൽ മസ്ഹൂറു ലഹു ഷൈഅൻ ഗൈറ ത്വലബി. ഈ ആർക്ക് വേണ്ടിയിട്ടാണോ ഈ സിഹർ ചെയ്തത്, അങ്ങനെ മസ്ഹൂറു ലഹു, അവൻ എന്താണ്? അവൻ ആവശ്യപ്പെടുക എന്നുള്ളതല്ലാണ്ട് വേറെ പണിയും ചെയ്തിട്ടില്ല. ആർക്ക് വേണ്ടിയിട്ടാണോ സിഹർ ചെയ്തത് അവൻ ചെയ്ത പണി എന്ത് മാത്രമേ ഉള്ളൂ? ആവശ്യപ്പെടുക എന്നുള്ള ത്വലബ് മാത്രമേ ഉള്ളൂ. എന്നാൽ ഫഇന്നഹു റദിയ. അവൻ എന്ത് ചെയ്തിട്ടുണ്ട്? അതിനകത്ത് തൃപ്തിപ്പെട്ടിട്ടുണ്ട്. വതസബ്ബബ. അതിനിവൻ എന്ത് ചെയ്തിട്ടുണ്ട്? കാരണക്കാരനായിട്ടുണ്ട്. അതുകൊണ്ട് വബിഹാദാ യകൂനു ഖദ് കഫറ കുഫ്റൻ അക്ബർ. അപ്പോൾ അവൻ ഇത് മുഖേന എന്താകും? വലിയ കുഫർ സംഭവിച്ചവനായി മാറുന്നതാണ്. അഖൂലു ഹാദാ ലിഅന്ന ബഅദൽ ജഹലത്തി യഖൂലുൻ. ഞാനിത് പറയാൻ കാരണം ചില അവിവേകികളായ ആളുകൾ പറയലുണ്ട്, നഹ്നു മാ നഫ്അലു ഷൈഅൻ ബിഗദബില്ലാ. ഞങ്ങളൊന്നും ചെയ്യലില്ല, അള്ളാഹുവിൻ്റെ കോപത്തിന് പാത്രമാകുന്ന ഒരു കാര്യം ഞങ്ങൾ ചെയ്തിട്ടില്ല. വലാ നസ്ബഹു ഷൈഅൻ ലിശ്ശയാത്തീൻ. ഞങ്ങൾ ശൈത്താന്മാർക്ക് അറിവൊന്നും നടത്തിയിട്ടില്ല. ഞങ്ങൾ ഇന്നയാളോട് ഇന്ന കാര്യം ആവശ്യപ്പെട്ടിട്ടേ ഉള്ളൂ എന്ന് ചില ആളുകൾ പറയലുണ്ട്. അതുകൊണ്ടാണ് നാം എന്ത് ചെയ്യുന്നത്? ഇത് പറയുന്നത്. അപ്പോൾ ഇവർ അങ്ങനെ പ്രവർത്തികളൊന്നും ചെയ്യണമെന്നില്ല. ഇങ്ങനെയുള്ള എന്ത് ചെയ്യുന്നു? മന്ത്രവാദികളെ അല്ലെങ്കിൽ തൽസമാത്ത് ചെയ്യുന്ന സാഹചര്യങ്ങൾ എന്ത് ചെയ്യുന്നു? പോയി സമീപിക്കുന്നു, ഇന്ന ആവശ്യങ്ങൾ പറയുന്നു. അപ്പോൾ അവർ തന്നെ ചെയ്യുകയാണ് എല്ലാ കാര്യങ്ങളും. ഇവരെ കൊണ്ടൊന്നും ചെയ്യിക്കുന്നില്ല എങ്കിലും ഇവൻ എന്ത് ചെയ്തു? അവനെ കൊണ്ട് കുഫർ ചെയ്യിപ്പിക്കുകയാണ്. അത് തൃപ്തിപ്പെട്ടുകൊണ്ടാണ് ഇവൻ എന്ത് ചെയ്യുന്നത്? അവനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും അത് ചെയ്യുന്നവനെ പോലെ തന്നെയാണെന്ത്? ഇതാവശ്യപ്പെട്ടവനും. നഖൂൽ നാം പറയുന്നു, മാദും തഖദ് ത്വലബ്ത സിഹറ മിന സാഹിർ. നീ സാഹിറിനോട് സിഹറിനെ ആവശ്യപ്പെടുമ്പോഴെല്ലാം ഫഖദ് തസബ്ബബ്ത ബിഫീഹി. അതിന് നീ എന്ത് ചെയ്തിരിക്കുന്നു? കാരണക്കാരനായിരിക്കുന്നു. വറദിത ബിഹി. നീ അതിനെ തൃപ്തിപ്പെട്ടിരിക്കുന്നു. വൽ മുതസബ്ബിബു ഫി സിഹ്രി കഫാഇലിഹി. സിഹറിന് കാരണക്കാരനായവൻ അത് പ്രവർത്തിച്ചവനെ പോലെയാണ്. വറാദി ബിഹി കഫാഇലിഹി. അതിനെ തൃപ്തിപ്പെടുന്നവനും അതിനെ പ്രവർത്തിച്ചവനെ പോലെയാണ്. കദാലിക ഇപ്രകാരം മൻ റദിയ ബിസ്സിഹ്രി വലൗ ലം യഫ്അൽഹു. സിഹറിനെ ഒരാൾ തൃപ്തിപ്പെട്ടു, അതവൻ പ്രവർത്തിച്ചിട്ടൊന്നുമില്ല. ലാകിന്നഹു റാദിൻ ബിഹി. വേറൊരാൾക്ക് വേണ്ടി സിഹർ ചെയ്ത് കൊടുക്കുകയാണ്, ഇവൻ ആവശ്യപ്പെട്ടിട്ടല്ലാതും കൂട്ടുക നീ. പക്ഷെ എന്ത് ചെയ്തു? ഇവനക്കറിയാം ഇവന് വേണ്ടിയിട്ട് അയാൾ സിഹർ ചെയ്യുന്നുണ്ട്. ഇവനത് അറിഞ്ഞിട്ടും ഇവൻ എന്ത് ചെയ്യുന്നില്ല? അതിനെ ഇൻകാർ ചെയ്യുന്നില്ല. എന്നാലും അവിടെ എന്തുണ്ട്? ഇവൻ്റെ തൃപ്തി അവിടെയുണ്ട്. ലാ യുൻകിറുഹു വലാ യദ്ഫഉഹു. ഇവൻ അതിനെ തടുക്കുന്നില്ല, അല്ലെങ്കിൽ ഇവനതിനെ ഇൻകാർ ചെയ്യുന്നില്ല, എതിർക്കുന്നില്ല. എന്നാൽ ഫഹാദാ വൽ ഇയാദു ബില്ലാ കുഫ്റുൻ അക്ബർ. അതൊന്നും തന്നെയാണ്, കുഫ്റുൻ അക്ബർ തന്നെയാണ്. അപ്പോൾ ഇതിൽ പ്രവർത്തിക്കുന്നവനും പ്രവർത്തിപ്പിക്കുന്നവനും അതിന് സമ്മതം കൊടുക്കുന്നവനൊക്കെ എന്താണ്? കുഫർ സംഭവിക്കും. അതുകൊണ്ട് ഫൽ വാജിബു അലൽ മുസ്ലിമി അൻ യഹ്ദറ അസ്സിഹ്റ വസ്സഹറ. അതുകൊണ്ട് ഒരു മുസ്ലിമിന് ഈ പറയുന്ന മാരണവും മാരണക്കാരെയും പേടിക്കുക എന്നുള്ളത്,
ജാഗ്രതയോടെ കാണുക എന്നുള്ളത് നിർബന്ധമാണ്. വഅൻ യതവക്കല അലല്ലാഹി അസ്സ വജൽ, അള്ളാഹുവിനെ തവക്കുൽ ചെയ്തുകൊണ്ട് ജീവിക്കുക എന്നുള്ളതും എന്താണ്? അനിവാര്യമായ കാര്യമാണ്. ഇതാണ് 8ാമത്തെ നാക്ക്.